ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഞാൻ ട്രെയിനിങ്ങിന് പോയ കുറച്ച് ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ദിവസത്തെയും വീഡിയോസൊന്നും ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല, 2 ദിവസത്തെ മാത്രമേ ചേർക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരുപാട് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അടുത്ത വീഡിയോയിലോട്ട് കാണിക്കാം. അതുപോലെ തന്നെ എല്ലാ ദിവസത്തെ വീഡിയോസൊന്നും ഞാൻ ഒരുപാടും എടുത്തു വെച്ചിട്ടും ഇല്ല, കാരണം രാവിലെ പോകുന്നു, പിന്നെ ഫുൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നെ വൈകുന്നേരം വരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വീഡിയോസിലും എടുത്തിട്ടില്ല. ക്ലാസ്സിലൂടെ നമ്മൾ കയറുന്നത് വരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി ഒരു കാര്യങ്ങളും തന്നെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, എൻ്റെ ഫുഡും എല്ലാവർക്കും ഞാൻ വെച്ചതിന് ശേഷമാണ് പോകുന്നത്. ഇത് വെക്കേഷൻ ടൈമിൽ നമുക്ക് ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു കേട്ടോ, മോണ്ടിസോറിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. KG ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 3 സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ 3 സ്കൂളിലും KG ടീച്ചേഴ്സ് എല്ലാവരും ചേർന്നിട്ടാണ് മോണ്ടിസോറിയുടെ ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഞാനിങ്ങനെ ട്രെയിനിങ്ങിന് പോകുന്നതുകൊണ്ട് തന്നെ എബിയെ വീട്ടിലോട്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, അവൻ ഏത് നേരം ഫുൾ ടൈം കളിയിലും കാര്യങ്ങളിലൊക്കെ ആയി പോകും. പിന്നെ വീട്ടിൽ അമ്മ സമയത്തൊക്കെ ഫുഡ് കഴിക്കാൻ വിളിച്ചിരുന്നു, അവൻ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് തന്നെ അവൻ ഫുൾ കളിയിലായിപ്പോവും. അവനും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എപ്പോഴും കളിയിലായിരിക്കും. പിന്നെ ഫുഡ് കഴിക്കുന്നതൊന്നും ശരീരത്തിലും പിടിക്കത്തില്ല, ഫുൾ കളിയിലല്ലേ. അതുകൊണ്ട് എന്തായാലും വീട്ടിലോട്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെയ്യിൽ ലാസ്റ്റ് ആണല്ലോ, അപ്പോൾ അവൻ 3 ആഴ്ച വീട്ടിലോട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. വെക്കേഷനായിട്ട് വേറൊരു ദിവസം പോലും വീട്ടിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്ലാസ്സിനൊക്കെ പോയിട്ട് ഇത് തിരിച്ച് വരുന്നതാണ് ഈ ഒരു കാഴ്ച കേട്ടോ. രാവിലെ ബസ്സിലാണ് പോയത്, തിരിച്ച് ഞങ്ങൾ ഈ സ്പോട്ടിലോട്ട് ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ ഞാൻ പരവംകുന്ന് നമ്മുടെ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നിന്നു കേട്ടോ. ആ സമയത്ത് ചേട്ടനും എബിയും കൂടെ വന്നു. അപ്പോൾ അച്ഛന് ഇന്ന് ഞങ്ങളുടെ മെയിൻ സ്കൂളായിരുന്നു ജോലി, അപ്പോൾ അവിടെ പെയിൻറ്റിംഗ് ആണ് അച്ഛന്. അപ്പോൾ എബിയെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടാക്കും. അവിടെ നിന്നാണ് എബി നേരെ വീട്ടിലോട്ട് പോകുന്നത്, അച്ഛൻ്റെ കൂടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഞാനും ചേട്ടനും എബിയും കൂടെ അച്ഛൻ്റെ അടുത്തോട്ട് എബിയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അവിടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെ ഞങ്ങൾ ചായയും വടയൊക്കെ വാങ്ങി. അപ്പോഴാണ് ഒരു ഷവർമ്മ കൂടെ അവന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവന് ഞങ്ങൾ ഇങ്ങനത്തെ ഷവർമ്മ, പിസ്സ, ബർഗർ അങ്ങനെയുള്ള ഐറ്റംസൊന്നും അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി അവന് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം വാങ്ങിയിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ അത് കഴിച്ചത് കേട്ടോ. അപ്പോൾ അവനും ഞാനും ഞാനും ചേട്ടനും കൂടെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവനെ കൊണ്ട് അച്ഛൻ്റെ അടുത്തോട്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇങ്ങനെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. മുമ്പൊക്കെ ഞങ്ങൾ വാങ്ങി കഴിക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ടും പൊളിച്ച് വെച്ചിട്ട് അതിനെ ഭാഗിച്ചെടുക്കും, എന്നിട്ട് ഞങ്ങൾ ഓരോരോ ഭാഗമായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇവനെ എബിക്കുട്ടനെ ഞങ്ങളിത് അച്ഛൻ്റെ അടുത്തോട്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല പണികളൊക്കെ നടക്കുന്നൊരു ടൈം കൂടെ ആയിരുന്നു, സ്കൂളിലെ വർക്കൊക്കെ നടക്കുന്നൊരു സമയം കൂടെ ആയതുകൊണ്ട് തന്നെ അവനെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തോട്ടാക്കി. അതിനുശേഷം ഞാനും ചേട്ടനും കൂടെ അപ്പം തന്നെ വീട്ടിലോട്ട് പോകുന്നായിരുന്നു കേട്ടോ. എന്തോ പെട്ടെന്നൊരു വിഷമമായിരുന്നു കേട്ടോ അവനെ ഞാൻ അങ്ങനെ വീട്ടിലോട്ട് ആക്കാൻ പോകുന്നതിൻ്റെ. അതെല്ലാ പ്രാവശ്യവും അങ്ങനെ വെക്കേഷൻ സമയമാകുമ്പോൾ അവൻ പോകുമ്പോൾ അവനത് ഇഷ്ടമാണ് അവിടെ പോയി നിൽക്കുക. ഇപ്പം മിക്കും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്, എന്നാലും നമുക്കൊരു വിഷമവും കൂടെയാണ് കേട്ടോ. ഇത് 2ാമത്തെ ദിവസം എടുത്തൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ, കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു, കാരണം ഞാൻ പറഞ്ഞില്ലേ ട്രെയിനിങ്ങിന് പോകുന്നത് കൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലിയെല്ലാം ഒതുക്കി അവിടെ 10 മണിക്ക് നമുക്ക് എത്തണം. നമ്മുടെ പുനർജനി ഹോസ്പിറ്റൽ അറിയായിരിക്കും, നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പുനർജനി ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള ABC എന്ന് പറഞ്ഞിട്ടൊരു മോണ്ടിസോറി സ്കൂളാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പോട്ട് വരണം, അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോ പിടിച്ച് വേണം പോകാൻ. പക്ഷേ ഞങ്ങൾ ടീച്ചേഴ്സ് 2-3 പേര് ചേർന്ന് പരവംകുന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോയിൽ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. ഞാൻ ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഈ സ്പോട്ടിൽ നിന്ന് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇതുകൊണ്ടല്ലോ ഓട്ടോയൊക്കെ പിടിച്ച് പോയി കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ലേറ്റായ സമയങ്ങളുണ്ട്, കാരണം എനിക്ക് തീരെ വയ്യ, എനിക്ക് കാല് വയ്യായിരുന്നു. എനിക്ക് ട്രെയിനിങ് സമയത്ത് എനിക്ക് റെസ്റ്റ് പറഞ്ഞൊരു ടൈമും കൂടെ ആയിരുന്നു ട്രെയിനിങ് സമയത്ത്. പക്ഷേ എനിക്ക് ട്രെയിനിങ്ങിന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരാഴ്ച എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ആ റെസ്റ്റ് എടുക്കാത്തതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എബി പറഞ്ഞേൽപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ. അവൻ്റെ മീനെ നമ്മൾ കൊച്ചിടത്തൊരു പെരുന്നാൾ സമയത്ത് പോയല്ലോ, ആ സമയത്ത് അവന് വാങ്ങിക്കൊടുത്തായിരുന്നു അവൻ്റെ ഫിഷ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വളർത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ്
ഹോസ്പിറ്റലാണ് പുനർജനി ഹോസ്പിറ്റൽ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ മിക്കവർക്കും അറിയായിരിക്കും, നല്ലൊരു പേര് കേട്ടൊരു ഹോസ്പിറ്റലാണ്. മുമ്പൊക്കെ ഞാൻ ഇവരുടെ ഒരു പ്രോഗ്രാം കാണുന്ന സമയത്ത് ഇത് എവിടെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നായിരുന്നു ഇത് ഞങ്ങളിപ്പോൾ ട്രെയിനിങ്ങിന് പോകുന്നത് അവിടെയാണ് എന്നറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് അബീനയുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൈതച്ചക്ക വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള കൈതച്ചക്കയാണ് ഞങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ ഒരു ദിവസം. അപ്പോൾ അവിടെ ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെയാണ് കയറിയത്. ചേട്ടനെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറി കുറച്ച് നേരമൊക്കെ അവിടേക്ക് സംസാരിച്ചൊക്കെ ആയിരുന്നു. പിന്നീട് ചേട്ടനെ വിളിക്കാൻ വന്നു. പിന്നെ ഞങ്ങൾക്ക് വെങ്ങാനൂർ പോകണമെന്ന് കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ പോകണമായിരുന്നു. അങ്ങനെയൊക്കെ പോയി കേട്ടോ. പ്രത്യേകിച്ച് മീനൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് വാങ്ങിക്കാവുന്നത് തന്നെ വളരെ കുറവാണ്. മീനൊന്നും വീട്ടിലും അങ്ങനെ അധികമായിട്ട് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കടയിൽ പോയാണ് മീനൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്ന സമയത്ത് ഇനി വീട്ടിൽ പോയിട്ട് ചായ ഒന്നും ഇട്ട് കുടിക്കേണ്ട, കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ചേട്ടനും തൊട്ടടുത്തൊരു കടയിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ വാങ്ങി കുടിച്ചു. പിന്നീട് പനങ്ങോട് വന്നിട്ട് ഞങ്ങൾ വീട്ടിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ബീനയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് പാലൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് പാലെടുക്കാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിൽ കയറി പാലും എടുത്ത് വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയായിരുന്നു രാത്രിത്തേക്ക് ഫുഡ് വെച്ചത്. ഇതിന് ചിലയിടത്ത് കപ്പ എന്നും ചിലയിടത്ത് മരിച്ചിനി എന്നും പല പേരുകളും പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ മരിച്ചിനി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ പറയാം. എനിക്കും അത് പറയാൻ തന്നെ ഇഷ്ടം. നമ്മുടെ നാട്ടിൽ പറയുന്ന അതേതായിട്ടുള്ള ഭാഷ തന്നെയാണ് എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം. ചിലരൊക്കെ വീഡിയോസിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഭാഷകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ തന്നെയാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടെ തന്നെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ആയി. അപ്പോൾ ഇന്നത്തേത് കപ്പയും മീൻകറിയും തോരനും മെഴുക്കുവരട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. ഇത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ദിവസവും പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ ചായയൊക്കെ വെച്ചു. ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷമാണ് അടുത്ത പണിയിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ചായ ഇടുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് ഡെയിലി വ്ളോഗിലുള്ളത്. അപ്പോൾ അത് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അരി എടുത്ത് വെച്ചു. തലേദിവസം പച്ചക്കറിയൊക്കെ വാങ്ങിയത് ഞാൻ അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. കാലിന് നല്ല വേദന ആയതുകൊണ്ട് തന്നെ വന്നോടം തന്നെ കാലിൽ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് സാധനങ്ങളെല്ലാം അവിടെ അടുക്കള ടോപ്പിൽ അങ്ങനെ വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി കിടക്കുകയാണ് ചെയ്തത്, കാലൊട്ടും വയ്യാത്തതുകൊണ്ട്. അപ്പോൾ അതായത് മൂന്നാമത്തെ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീട്ടിൽ നിന്നാണ് കഴിച്ചിട്ട് പോയത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്കൂളിലോട്ട് സ്കൂളിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം എന്നും ലഞ്ചിന് പലതരം കറികളായിരിക്കും. എല്ലാവരും അങ്ങനെയാണല്ലോ. ഓരോ ദിവസം ഓരോരോ പരീക്ഷണങ്ങളും ഓരോ ദിവസം ഓരോരോ കറികളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും കൊണ്ടുപോയത്. അപ്പോൾ മീൻ കറിയായിട്ട് കൊണ്ടുപോയില്ല, മീൻ വറുത്തതായിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. പിന്നെ അടുക്കളയും എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷമാണ് സ്കൂളിലോട്ട് പോയത്. അപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇത്. നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിനിടയിൽ വെച്ച് ഏതോ 1-2 ദിവസത്തെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ പരിസരം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്ലേ ഗ്രൗണ്ടും എല്ലാം കാര്യങ്ങളൊക്കെ പുറത്താണ്. ഇതിപ്പോൾ വൈകുന്നേരത്ത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറുന്ന ആ വഴിയാണ്. അവിടുത്തെ വീടിൻ്റെ തൊട്ടടുത്തൊരു നല്ല ചെടിയുണ്ട് കേട്ടോ, കോളാമ്പി ചെടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പൂവ്. എൻ്റെ വീട്ടിൽ എത്രയോ എണ്ണം കൊണ്ട് നട്ടിട്ട് പോലും ഒന്നും പൊടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ എബിക്കുള്ള ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവൻ 5ാം ക്ലാസ്സിലാണ്, അവൻ്റെ ടെക്സ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ 5ാം ക്ലാസ്സിലായ സമയത്ത് അതിന് തൊട്ട് ഹിന്ദി കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട് എനിക്ക്. പാവം, നമ്മൾ 5ാം ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചത്, എന്നാലും നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അവൻ 5ാം ക്ലാസ്സിലാണ്. അവൻ്റെ ടെക്സ്റ്റുകളെല്ലാം വാങ്ങി ഇനി ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായവും പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.